RSS മുൻ പ്രാന്ത സംഘചാലക് PEB മേനോൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ ഉച്ചയോടെയായിരുന്നു അന്ത്യം. നാളെ രാവിലെ 10 മണി മുതൽ 1 മണിവരെ ആലുവ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് 3 മണിയോടെ തന്ത്രവിദ്യാപീഠത്തിലാണ് സംസ്കാരം. ആലുവ ജില്ലാ സംഘചാലകായും സഹപ്രാന്ത സംഘചാലകായും പ്രവർത്തിച്ചു. ദേശീയ സേവാഭാരതി അഖില ഭാരതീയ ഉപാധ്യക്ഷനായിരുന്നു. ജിജീഷ് കരുണാകരൻ രേഷ്മ ബാബുവും ചേരുന്നു. ആദ്യം രേഷ്മയിലേക്ക്. രേഷ്മ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം സ്വവസതിയിലാണ്. നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നത്. നാളെ അന്ത്യകർമ്മങ്ങൾ എത്ര മണിക്കായിരിക്കും? മറ്റു വിവരങ്ങൾ? റുഹിണി, ആലുവയിലെ അദ്ദേഹത്തിൻ്റെ സ്വവസതിയിൽ നിരവധി പേരാണ് PEB മേനോൻ സാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, സാധാരണക്കാർ മുതൽ പ്രൊഫഷണലുകൾ വരെയുള്ള എല്ലാവരും തന്നെ, എല്ലാ മതസ്ഥരും തന്നെ ആലുവയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണി മുതലാണ് ഇവിടെ പൊതുദർശനം തുടങ്ങിയത്. ഉച്ചയ്ക്ക് 1:30 അമൃത ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 4:30 ശേഷം അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്നും നേരെ ആലുവയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുവന്നു. 5 മണി മുതൽ തന്നെ പൊതുദർശനം നടക്കുന്നുണ്ട്. നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ ആലുവ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. ശേഷം സംസ്കാര കർമ്മങ്ങൾ നടക്കും. അത് പിന്നീട് തന്ത്രവിദ്യാപീഠത്തിലാണ് അന്ത്യകർമ്മങ്ങളൊക്കെ തന്നെ നടക്കുക. വലിയ രീതിയിൽ ഉള്ള ഒരു ജനപ്രവാഹം തന്നെ ഇവിടേക്ക് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ആലുവയിൽ മാത്രമല്ല, സംസ്ഥാനമെമ്പാടും സംഘപ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. അത് അവർ നമ്മോട് പറയുകയും ചെയ്യുന്നുണ്ട്. 2003 കേരള പ്രാന്തത്തിൻ്റെ പ്രാന്ത സംഘചാലക് എന്നുള്ള ചുമതലയിലേക്ക് PEB മേനോൻ സാറ് കടന്നു വരുന്നത്. ആദ്യം 1999 സഹപ്രാന്ത സംഘചാലകായി, ആലുവ സംഘജില്ലയുടെ സംഘചാലകായിട്ട് ആണ് തുടക്കം. അതിനുശേഷം എറണാകുളം വിഭാഗിൻ്റെ സംഘചാലക് എന്നുള്ള ചുമതലയിലേക്ക് എത്തി. ശേഷം 99 സഹപ്രാന്ത സംഘചാലക് എന്ന ചുമതല ഏറ്റെടുത്തു. 2003 മുതൽ 2 പതിറ്റാണ്ട് കാലഘട്ടത്തിൽ RSS എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രാന്ത സംഘചാലക് എന്നുള്ള ചുമതല അദ്ദേഹം വഹിച്ചിരുന്നു. എന്ത് നിലപാടുകളും കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഇവിടേക്ക് കടന്നു വന്ന ഓരോ സംഘകാര്യകർത്താക്കളും നമ്മോട് പറഞ്ഞത്. അതുമാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ ലാളിത്യം ആണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അദ്ദേഹം എല്ലാ തരത്തിലും, ആത്മീയ തലത്തിലാണെങ്കിലും ഭൗതിക തലത്തിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഒരു മുന്നേറ്റത്തിന് പങ്കുവഹിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എടുത്തു പറയേണ്ടത്, സാമൂഹികമായിട്ടുള്ള നവോത്ഥാന മുന്നേറ്റത്തിൽ, ഹൈന്ദവരുടെ നവോത്ഥാന മുന്നേറ്റത്തിൽ കൃത്യമായിട്ട് തൻ്റേതായിട്ടുള്ള ഒരു പങ്ക് അദ്ദേഹത്തിന് വഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. P. മാധവ്ജിയുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് PEB മേനോൻ സാറ് സംഘപ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്, ക്ഷേത്ര സംരക്ഷണ സമിതിയിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം അദ്ദേഹം സംഘ ചുമതലകളിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു. അതിൽ പ്രാഗൽഭ്യം തെളിയിച്ചു വരികയായിരുന്നു. ശേഷം അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിലേക്കൊക്കെ കടന്ന് ഗൃഹസ്ഥൻ എന്നുള്ള രീതി ചുമതലയൊക്കെ ഏറ്റെടുത്തതിന് ശേഷമാണ് അദ്ദേഹം സംഘത്തിലേക്ക് വരുന്നത്. സംഘത്തിലേക്ക് കടന്നു വന്ന സമയത്ത് അദ്ദേഹത്തെ എല്ലാവർക്കും, എല്ലാ കാര്യകർത്താക്കൾക്കും പ്രേരണാശക്തിയായിട്ട് മാറാനായിട്ട് PEB മേനോൻ സാറിന് സാധിച്ചു എന്നുള്ളതാണ് ഇക്കണ്ട ആളുകളൊക്കെ തന്നെ ഇവിടെ വന്നതിന് ശേഷം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അത്രയധികം സ്വാധീനം ഈ ഒരു 20-23 വർഷമായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അവശ്യ നിലയിലേക്ക് എത്തുന്ന ഘട്ടത്തിന് തൊട്ടു മുന്നേ കൂടി സമാജ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു PEB മേനോൻ സാർ. കൃത്യമായിട്ട് സംഘത്തിൻ്റെ സേവാ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വന്നിരുന്നു. സമാജ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകിയിരുന്നു. അവസാന കാലഘട്ടത്തിൽ കൂടി, അവശ്യ നിലയിലാകുന്നതിന് തൊട്ടു മുൻപ് വരെ അദ്ദേഹം എല്ലാ തരത്തിലുമുള്ള സേവന പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കാളിത്തം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. തന്ത്രവിദ്യാപീഠത്തിൽ P. മാധവ്ജിയുമായി ചേർന്നുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കാകുവാൻ PEB മേനോൻ സാറിന് സാധിച്ചു. തന്ത്രവിദ്യാപീഠം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഒരു ഏട് തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് തന്ത്രവിദ്യാപീഠത്തിലൂടെ തന്നെയാണ്. കാരണം ജന്മം കൊണ്ട് മാത്രമല്ല ബ്രാഹ്മണ്യം സ്വീകരിക്കാൻ സാധിക്കുക, കർമ്മം കൊണ്ടുകൂടി ബ്രാഹ്മണനാകാൻ സാധിക്കും എന്നുള്ള ആ പാലിയം വിളംബരത്തിൻ്റെ ചുവടുപറ്റിക്കൊണ്ട് തന്ത്രവിദ്യാപീഠത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത
ഒന്ന് തന്നെയാണ്. അതിൻ്റെ നെടുംതൂണായിട്ട് നിൽക്കാനായിട്ട് PB മേനോൻ സാറിന് സാധിച്ചു. അത്തരത്തിൽ നിരവധി പേർക്ക് അദ്ദേഹം പാതയേകി. അതായത് അദ്ദേഹം സംഘകാര്യകർത്താക്കൾക്ക് എന്നും പ്രചോദനമേകുന്നത് ഒരൊറ്റ കാര്യത്തിൽ തന്നെയാണ്. കാരണം അദ്ദേഹം പ്രവർത്തിക്കുന്ന, അതായത് സമാജ സേവനത്തിലേക്ക് അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ഇറങ്ങണം. എത്രത്തോളം സമയം സമാജ സേവനത്തിന് നൽകുവാൻ സാധിക്കുമോ അത്രത്തോളം സേവനത്തിന് മുന്നിൽ നിൽക്കണം എന്നുള്ളതായിരുന്നു PB മേനോൻ സാറിൻ്റെ വാക്കുകൾ. ആ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി സംഘകാര്യകർത്താക്കൾ മുഴുവൻ സമയ പ്രവർത്തനത്തിലേക്ക് കൂടി കടന്നു വന്നിരുന്നു. അദ്ദേഹം സംഘപരിവാർ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന സമയത്ത് അദ്ദേഹം സംഘശിക്ഷാ വർഗങ്ങളിൽ പങ്കുകൊണ്ടു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം 2003 മുതൽ അദ്ദേഹം 2 പതിറ്റാണ്ട് പ്രാന്ത സംഘചാലകൻ എന്നുള്ള ചുമതല വഹിക്കുന്ന സമയത്ത് നിരവധി പരിപാടികൾക്ക് അദ്ദേഹത്തിന് നേതൃത്വം നൽകാൻ സാധിച്ചു. അത് മാത്രമല്ല, ഇതര മതസ്ഥർക്ക് കൂടി സ്വീകാര്യനായിട്ടുള്ള ഒരു ലാളിത്യ മുഖത്തോടു കൂടിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എല്ലാവരും അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. അത്ര കണ്ട് സ്വീകരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സംഘകാര്യകർത്താക്കൾക്കൊക്കെ തന്നെ പ്രചോദനമേകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം. നമുക്കറിയാം, മോഹൻലാൽ തുടങ്ങിയ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാർഗദർശിയായിരുന്നു. അതോടൊപ്പം തന്നെ സേവാഭാരതിയുടെ അഖില ഭാരതീയ ഉപാധ്യക്ഷൻ എന്നുള്ള ചുമതലയൊക്കെ തന്നെ PB മേനോൻ സാർ സേവനങ്ങൾ സ്മരിക്കേണ്ടത് തന്നെയാണ്.